ഹായ് ഗായ്സ്, ഇന്ന് കോഴിക്കോട് ബീച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള കൂന്തൽ നിറച്ചതിന്റെ റെസിപ്പി നോക്കാം. അതിനായിട്ട് കൂന്തൽ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ സവാള അരിഞ്ഞതും കുറച്ച് കറിവേപ്പിന്റെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലോട്ട് പച്ചമുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ട് നന്നായി വഴറ്റിയതിന് ശേഷം ലേശം മഞ്ഞൾപ്പൊടി, ലേശം മല്ലിപ്പൊടി, ലേശം മുളക് പൊടി ചേർത്തിട്ട് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. എന്നിട്ട് ചാറിലോട്ട് ചിരകി വെച്ച് തേങ്ങ, കൊച്ചുള്ളി, ലേശം പെരിഞ്ചീരകം ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക. ഇപ്പൊ മസാലയൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിലോട്ട് അരച്ച് വെച്ചത് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് തേങ്ങന്റെ പച്ച ടേസ്റ്റ് ഒക്കെ ഒന്ന് പോയാൽ കുറച്ച് മല്ലിയില കട്ട് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് ചൂടാറിയതിന് ശേഷം കൂന്തലിലോട്ട് നിറച്ച് കൊടുക്കുക. എന്നിട്ട് കൂന്തലിന്റെ തല ഇതുപോലെ ഒന്ന് വെച്ചിട്ട് മുകൾ ഭാഗം ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഈർക്കളിയോ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കുത്തിയിട്ട് ലോക്ക് ചെയ്ത് വെക്കാം. അങ്ങനെ എല്ലതും വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുക്കറിലാണ് വേവിക്കുക. അതിലേക്ക് കൂന്തൽ വെച്ചിട്ട് 3-4 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് 2 വിസിൽ വേവിച്ചെടുക്കുക. എന്നിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം കുക്കറിൽ ഉണ്ടാകുന്ന കൂന്തലിന്റെ ഗ്രേവിയും കുറച്ച് ഉപ്പും ചേർത്തിട്ട് കൂന്തൽ ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ നമ്മൾ കൂന്തൽ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സാധനം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ വീഡിയോ പോക്കി ബൈ.